നിങ്ങൾ എപ്പോഴെങ്കിലും പൂർണ്ണമനസ്സോടെ ദൈവത്തെ വിളിച്ചിട്ടും അവിടുന്ന് കേൾക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും ആർക്കെങ്കിലും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ, അതോ അതൊരു വെറും തോന്നൽ മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയാവുകയാണോ, അതോ ഏതെങ്കിലും ഒരു അദൃശ്യശക്തി നമ്മളെ കേൾക്കുന്നുണ്ടോ, ഉത്തരം നൽകുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം ഇന്ന് നമ്മൾ പരമഹംസ യോഗാനന്ദന്റെ ദൈവവുമായി സംസാരിക്കുമ്പോൾ എന്ന രഹസ്യപുസ്തകത്തെക്കുറിച്ചാണ് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കും ദൈവവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ആഴമേറിയ ആത്മീയ രഹസ്യങ്ങൾ നമ്മൾ ഇതിലൂടെ വെളിപ്പെടുത്തും. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ആത്മീയതയിലേക്ക് നയിച്ച ഒരു യോഗിയുടെ ആത്മകഥ എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ച അതേ മഹാനായ യോഗി പരമഹംസ യോഗാനന്ദൻ തന്റെ മറ്റൊരു പുസ്തകത്തിൽ ദൈവവുമായി സംസാരിക്കാനുള്ള ഗൂഢരഹസ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു സാധാരണ പുസ്തകമല്ല. ദൈവവുമായി ബന്ധപ്പെടാൻ അമ്പലങ്ങളിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ മാത്രം പോരാ, മറിച്ച് അതിനായി നമ്മുടെ ഉള്ളിലെ ചേതനയെ ഉണർത്തേണ്ടതുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ വഴികാട്ടിയാണിത്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും എല്ലാവർക്കും കഴിഞ്ഞെന്നു വരില്ല. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവവുമായി സംസാരിക്കാൻ സഹായിക്കുന്ന 10 സുപ്രധാന രഹസ്യങ്ങളെക്കുറിച്ച് അറിയാൻ പോവുകയാണ്. ഈ രഹസ്യങ്ങൾ വെറും അറിവുകൾ മാത്രമല്ല, ഇവ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആഴത്തിലുള്ള ആത്മീയ തത്വങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഓരോ രഹസ്യവും നിങ്ങളുടെ ഉള്ളിൽ പുതിയ ശക്തിയും ബോധവും ഉണർത്തുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ രഹസ്യമാണ് ഏറ്റവും ശക്തിയേറിയത്. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞേക്കാം. ഒന്നാമത്തെ രഹസ്യം: എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദുഃഖത്തിലും കഷ്ടപ്പാടിലും അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കുകയും നമുക്കൊരു മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ വ്യക്തമായ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ കേൾക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവഗണിക്കുകയാണെന്നോ നമുക്ക് തോന്നും. എന്നാൽ ശരിക്കും ദൈവം നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? പരമഹംസ യോഗാനന്ദൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത്, ദൈവം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, എന്നാൽ അവിടുത്തെ ശബ്ദം കേൾക്കാൻ നമ്മളാണ് അസമർത്ഥരാകുന്നത് എന്നാണ്. ഇതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ബോധനിലവാരമാണ്. ബോധനിലവാരമാണ് ദൈവവുമായുള്ള സംഭാഷണത്തിനുള്ള താക്കോൽ. ദൈവത്തോട് സംസാരിക്കുക എന്നത് ഒരു റേഡിയോ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതുപോലെയാണ്. നമ്മുടെ റേഡിയോ മനസ്സ് ശരിയായ തരംഗത്തിൽ ക്രമീകരിച്ചില്ലെങ്കിൽ, ആ ചാനലിൽ നിന്നുള്ള പരിപാടികൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് അശാന്തമാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. മനസ്സ് ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈശ്വരന്റെ കൃപ നമ്മളിലേക്കെത്തില്ല. നമ്മൾ സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ആത്മാവിന്റെ വിളിയാകില്ല. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ദൈവത്തോട് സംസാരിക്കാൻ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് അങ്ങോട്ടുമിങ്ങോട്ടും പാഞ്ഞു നടക്കുകയും അനേകം ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ആ ദിവ്യശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം? ധ്യാനവും ഏകാഗ്രതയും വളർത്തുക. ധ്യാനം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചഞ്ചലമായ മനസ്സ് സ്ഥിരമാവുകയും സാവധാനം നമ്മുടെ ബോധം ഉയർന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരമഹംസ യോഗാനന്ദൻ ക്രിയായോഗയുടെ പരിശീലനത്തെ ദൈവവുമായി സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയായി കണ്ടിരുന്നു. നമ്മൾ ആഴത്തിൽ ശാന്തമായി ശ്വാസമെടുക്കുകയും നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് സാവധാനം സ്ഥിരമാവാൻ തുടങ്ങുന്നു. ആന്തരിക സമാധാനം ശീലിക്കുക. ദൈവവുമായി സംസാരിക്കാൻ പുറം ലോകത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലെ ലോകത്തെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. നിഷേധാത്മകമായ ചിന്തകൾ, വെറുപ്പ്, ദേഷ്യം, അനാവശ്യമായ ഉത്കണ്ഠകൾ എന്നിവ നമ്മൾ ഉപേക്ഷിക്കണം. സ്നേഹത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുക. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, വാക്കുകൾ കൊണ്ട് മാത്രം നടത്തുന്ന പ്രാർത്ഥന പോരാ. പൂർണ്ണമായ വിശ്വാസത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ദൈവത്തെ വിളിക്കണം. പ്രാർത്ഥന ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമേ അത് ഈശ്വരനിലേക്കെത്തുകയുള്ളൂ. എങ്കിൽ പിന്നെ ദൈവവുമായി എങ്ങനെ സംസാരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് യാദൃശ്ചികമായി നടക്കാറുണ്ട്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു സമാധാനമോ വഴികാട്ടലോ ലഭിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം. എന്നാൽ അവിടുത്തെ ശബ്ദം വളരെ സൂക്ഷ്മമാണ്. നമ്മുടെ മനസ്സ് ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഈ ദിവ്യസന്ദേശം നഷ്ടപ്പെട്ടു പോകുന്നു. ചുരുക്കത്തിൽ സത്യസന്ധമായ പ്രാർത്ഥനയുടെ ശക്തി ഇതാണ്. ദൈവത്തോട് സംസാരിക്കാൻ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തവും ശുദ്ധവുമാക്കണം. നമ്മുടെ മനസ്സ് അഹങ്കാരം, ആഗ്രഹങ്ങൾ, ലൗകിക പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തമാകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ മൃദുവായതും എന്നാൽ വ്യക്തവുമായ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയൂ. ഇനി ചോദ്യമിതാണ്,
ദൈവം നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിറവേറ്റപ്പെടുമോ? നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ദൈവം ബാധ്യസ്ഥനാണോ? ഇതിന്റെ ഉത്തരം അടുത്ത രഹസ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അവിടെ പ്രാർത്ഥനയേക്കാൾ അത്യാവശ്യമായത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തെ രഹസ്യം, പ്രാർത്ഥനയേക്കാൾ പ്രധാനം എന്താണ്? നമ്മളിൽ ഭൂരിഭാഗം പേരും ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചിലർ പണത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലർ വിജയത്തിനു വേണ്ടി, ചിലർ സമാധാനത്തിനു വേണ്ടി, മറ്റു ചിലർ എന്തെങ്കിലും പ്രത്യേക പ്രശ്നത്തിന്റെ പരിഹാരത്തിനു വേണ്ടി. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ദൈവം പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ചോദിക്കുന്നതുകൊണ്ട് മാത്രം ദൈവവുമായി സംഭാഷണം സാധ്യമല്ല. ദൈവത്തെ കേൾക്കുകയാണ് കൂടുതൽ പ്രധാനം, ചോദിക്കുകയല്ല. കേൾക്കുന്നത് പ്രധാനമാകുന്നത് എന്തുകൊണ്ട്? ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ഒരു വശത്തുനിന്നുള്ള സംഭാഷണം മാത്രമാകുന്നു. നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്ന് കരുതുക. പക്ഷേ നിങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയും അയാളുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്താൽ ആ സംഭാഷണം വിജയകരമാകുമോ? തീർച്ചയായുമില്ല. ദൈവത്തോടും സംസാരിക്കാൻ അവിടുത്തെ ശബ്ദം കേൾക്കാൻ നമ്മൾ പഠിക്കണം. ഈ ശബ്ദം വാക്കുകളിലല്ല, മറിച്ച് അതൊരു തോന്നലാണ്, ഒരു ആന്തരിക അനുഭവമാണ്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, പ്രാർത്ഥനയുടെ അർത്ഥം ദൈവത്തോട് ചോദിക്കൽ മാത്രമല്ല, അവിടുത്തെ ദിവ്യസാന്നിധ്യം അനുഭവിക്കുക കൂടിയാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ മനസ്സ് അശാന്തമായിരിക്കും. എന്നാൽ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ആഴത്തിലുള്ള ഒരു സമാധാനം അനുഭവപ്പെടുന്നു. ഈ സമാധാനത്തിലാണ് ദൈവം നമുക്ക് സൂചനകൾ നൽകുന്നത്. ദൈവത്തിന്റെ സൂചനകൾ നമുക്കെങ്ങനെ ലഭിക്കും? നമ്മൾ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദിവ്യശക്തി ഉണരുന്നു. ഈ ശക്തി ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പിച്ചു തരുന്നു. ഇത് നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ഏറ്റവും പ്രധാനമായി, ദൈവം എവിടെയോ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നു, ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ എങ്ങനെ കേൾക്കും? ഇതിന് ധ്യാനശീലം അത്യാവശ്യമാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ശാന്തമായ തടാകം പോലെയാകുന്നു. നിശ്ചലമായ തടാകത്തിൽ നമ്മുടെ പ്രതിബിംബം വ്യക്തമായി കാണുന്നതുപോലെ മനസ്സ് ശാന്തമാകുമ്പോൾ ദൈവത്തിന്റെ സൂചനകൾ നമുക്ക് വ്യക്തമായി അനുഭവപ്പെടും. പരമഹംസ യോഗാനന്ദൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു, ഈശ്വരനുമായി സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം ധ്യാനമാണ്. നമ്മൾ ഗാഠമായ സാധനയിൽ ഏർപ്പെടുമ്പോൾ സ്വന്തം ചിന്തകളെ മാത്രമല്ല, ദൈവസാന്നിധ്യത്തെയും നമ്മൾ അനുഭവിക്കുന്നു. ധ്യാനമില്ലാതെ പ്രാർത്ഥന അപൂർണമാകുന്നത് എന്തുകൊണ്ട്? ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ശരിയായ സംഭാഷണം നടത്താൻ കഴിയില്ല. അതുപോലെ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. വെറുതെ വാക്കുകളിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമുണ്ടാകില്ല, അവിടുത്തെ ദിവ്യസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ ചോദ്യമുയരുന്നു, ധ്യാനത്തിന്റെ ശരിയായ രീതി എന്താണ്? ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കാൻ പാകത്തിൽ എങ്ങനെ ധ്യാനിക്കാം? ഇതിന്റെ ഉത്തരം മൂന്നാമത്തെ രഹസ്യത്തിൽ ലഭിക്കും. അവിടെ ദൈവത്തിന്റെ ഊർജ്ജം അനുഭവിക്കാൻ കഴിയുന്ന ശരിയായ ധ്യാനരീതിയെക്കുറിച്ച് നമ്മൾ അറിയും. മൂന്നാമത്തെ രഹസ്യം, ധ്യാനത്തിൽ ഈശ്വരനെ എങ്ങനെ അനുഭവിക്കാം? പലരും ധ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അവർക്ക് ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാറില്ല. എന്തുകൊണ്ട്? കാരണം വെറുതെ ഇരിക്കുന്നതും കണ്ണുകൾ അടയ്ക്കുന്നതും മാത്രമല്ല ധ്യാനം. യഥാർത്ഥ ധ്യാനമെന്നത് നമ്മുടെ ബോധത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോവുകയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, സാധകന് ദൈവത്തെ നേരിട്ടനുഭവിക്കാൻ കഴിയുന്ന ഒരു രഹസ്യമാർഗമാണ് ക്രിയായോഗ. ഇതൊരു സാധാരണ ധ്യാനമല്ല, മറിച്ച് ഗഹനമായ ഒരു ആത്മീയ പ്രക്രിയയാണ്. ഇതിൽ ശ്വാസനിയന്ത്രണത്തിലൂടെ മനസ്സിനെ സ്ഥിരമാക്കുന്നു. മനസ്സ് സ്ഥിരമാകുമ്പോൾ ആത്മാവ് അതിന്റെ യഥാർത്ഥ അവസ്ഥയെ അനുഭവിക്കുന്നു, അതായത് ഈശ്വരനുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ക്രിയായോഗയും ശ്വാസത്തിന്റെ രഹസ്യവും. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, നമ്മുടെ ശ്വാസമാണ് നമ്മുടെ മനസ്സിന്റെ താക്കോൽ. നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം വേഗത്തിലാകുന്നു. നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ ശ്വാസം മെല്ലെയാകുന്നു. നമ്മൾ ഗാഢമായ ധ്യാനത്തിലായിരിക്കുമ്പോൾ ശ്വാസം ഏകദേശം നിലച്ച അവസ്ഥയിലാകുന്നു. ഇതാണ് ധ്യാനത്തിന്റെ യഥാർത്ഥ താക്കോൽ. ശരിയായ രീതിയിൽ ശ്വാസം നിയന്ത്രിച്ചാൽ നമുക്ക് മനസ്സിനെയും നിയന്ത്രിക്കാം. മനസ്സ് സ്ഥിരമാകുമ്പോൾ നമ്മുടെ ആന്തരിക ഊർജ്ജം മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. മൂന്നാം കണ്ണും ഈശ്വരാനുഭൂതിയും. ധ്യാനത്തിലൂടെ ഈ ഊർജ്ജം സാവധാനം മുകളിലേക്ക് ഉയരുമ്പോൾ അത് ആജ്ഞാചക്രത്തിൽ അഥവാ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുന്നു. സാധകന് ദൈവസാന്നിധ്യത്തിന്റെ ആദ്യ അനുഭവം ലഭിക്കുന്ന ബിന്ദുവാണിത്. ഇവിടെ ഒരു ദിവ്യപ്രകാശം കാണാം, ആഴത്തിലുള്ള സമാധാനം അനുഭവപ്പെടാം, അല്ലെങ്കിൽ ആന്തരിക ശബ്ദം കേൾക്കാം. പരമഹംസ യോഗാനന്ദൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു, ഒരു സാധകൻ ക്രിയായോഗ പരിശീലിക്കുമ്പോൾ അവന്റെ ആത്മാവ് പരമാത്മാവുമായി നേരിട്ട് സംവദിക്കാൻ തുടങ്ങുന്നു. അവൻ ദൈവത്തെ വെറുമൊരു സങ്കല്പമായല്ല, മറിച്ച് തന്റെ ഉള്ളിൽ യഥാർത്ഥ രൂപത്തിൽ അനുഭവിക്കുന്നു. എന്നാൽ ധ്യാനത്തിൽ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ എന്നുണ്ടോ? ഈശ്വരന്റെ അനുഭവം ധ്യാനത്തിൽ മാത്രമേ ലഭിക്കൂ എന്നാണോ? എല്ലാ സമയത്തും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേറെ വല്ല വഴിയുമുണ്ടോ? നാലാമത്തെ രഹസ്യം അതാണ് പറയുന്നത്.
ഓരോ നിമിഷവും ഓരോ സാഹചര്യത്തിലും ദൈവവുമായി എങ്ങനെ ബന്ധപ്പെടാം എന്ന് അവിടെ നമ്മൾ അറിയും. നാലാമത്തെ രഹസ്യം, ഓരോ നിമിഷവും ദൈവത്തെ കൂടെ നിർത്തുക. നമ്മളിൽ ഭൂരിഭാഗം പേരും ദൈവത്തെ അമ്പലങ്ങളിലും വിഗ്രഹങ്ങളിലും പൂജാകർമ്മങ്ങളിലും മാത്രമായി ഒതുക്കി നിർത്തുന്നു. എന്നാൽ ദൈവം ശരിക്കും അവിടെ മാത്രമാണോ ഉള്ളത്? പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്, നിങ്ങളുടെ ഓരോ ഹൃദയമിടിപ്പിലുമുണ്ട്, നിങ്ങളുടെ ഓരോ ചിന്തയിലും വികാരത്തിലുമുണ്ട്. ദൈവത്തെ അമ്പലങ്ങളിൽ മാത്രം അന്വേഷിക്കുന്നതെന്തുകൊണ്ട്? അമ്പലത്തിൽ പോകൂ, പൂജിക്കൂ, വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തലകുനിക്കൂ എന്ന് ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം ഒരു സ്ഥലത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല എന്ന് നമ്മൾ മറന്നുപോകുന്നു. ദൈവം എല്ലായിടത്തുമുണ്ടെങ്കിൽ പിന്നെ വിഗ്രഹങ്ങളിൽ മാത്രം നമുക്ക് സാന്നിധ്യം അനുഭവപ്പെടുന്നതെന്തുകൊണ്ടാണ്? കാരണം നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ശ്രദ്ധ പുറമേയുള്ള വസ്തുക്കളിലാണ്. എന്നാൽ ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. നമ്മുടെ ബോധം ഉയരാത്തിടത്തോളം കാലം ഈശ്വരന്റെ യഥാർത്ഥ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലുമുണ്ട്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, നിങ്ങൾ ഓരോ കാര്യവും സ്നേഹത്തോടും വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുമ്പോൾ ദൈവം തന്നെ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ പൂർണ്ണ ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടും കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു സംതൃപ്തി അനുഭവപ്പെടും. ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയാണത്. ഒരു ജോലിയും ചെറുതോ വലുതോ അല്ല. നിങ്ങളുടെ ജോലി ദൈവത്തിനുള്ള സേവനമായി കണ്ടു ചെയ്താൽ ആ സാധാരണ ജോലി തന്നെ ഒരു ആത്മീയ സാധനയായി മാറുന്നു. എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളെ നോക്കുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്ക് വഴികാട്ടുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കഠിനമായ സാഹചര്യത്തിലായിരിക്കുമ്പോൾ പെട്ടെന്നൊരു പരിഹാരം ലഭിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ദൈവത്തിന്റെ സൂചനകളാണ്. പക്ഷേ യഥാർത്ഥ ചോദ്യമിതാണ്, ദൈവത്തിന്റെ മറുപടി എങ്ങനെ കിട്ടും? ദൈവം സൂചനകൾ മാത്രമാണോ നൽകുന്നത്, അതോ നേരിട്ട് സംസാരിക്കാനും കഴിയുമോ? അഞ്ചാമത്തെ രഹസ്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കാനുള്ള യഥാർത്ഥ വഴി എന്താണെന്ന് അവിടെ നമ്മൾ അറിയും. അഞ്ചാമത്തെ രഹസ്യം, ദൈവത്തിന്റെ മറുപടികൾ എങ്ങനെ തിരിച്ചറിയാം? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ സഹായം ചോദിക്കുന്നു, വഴികാട്ടൽ പ്രതീക്ഷിക്കുന്നു, പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഗ്രഹിക്കുന്നു. എന്നാൽ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ മനസ്സിൽ സംശയമുണരുന്നു. ദൈവം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പരമഹംസ യോഗാനന്ദൻ വ്യക്തമായി പറയുന്നു, ദൈവം എപ്പോഴും ഉത്തരം നൽകുന്നു. എന്നാൽ അത് തിരിച്ചറിയാനുള്ള കല നമ്മൾ പഠിക്കണം. ദൈവം 3 വഴികളിലൂടെ ഉത്തരം നൽകുന്നു. 1. അന്തർബോധം. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വ്യക്തമായ ഒരു ചിന്തയോ തോന്നലോ വരും. ഈ തോന്നൽ എത്ര കൃത്യമായിരിക്കുമെന്നാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ തൊടും. ഇതൊരു സാധാരണ ചിന്തയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദമാണ്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആത്മാവിന് ഈശ്വരന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയും. അതിനാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഉത്തരമായിരിക്കാം എന്ന് മനസ്സിലാക്കുക. 2. സ്വപ്നങ്ങൾ. ദിവ്യസന്ദേശങ്ങളുടെ മാധ്യമം. പലപ്പോഴും ദൈവം നേരിട്ട് വാക്കുകളിൽ മറുപടി നൽകില്ല, മറിച്ച് സ്വപ്നങ്ങളിലൂടെ സൂചനകൾ നൽകും. സ്വപ്നങ്ങളിൽ കാണുന്ന പ്രതീകങ്ങളും സംഭവങ്ങളും നമ്മുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയേക്കാം. പല വിശുദ്ധരും യോഗികളും തങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ദിവ്യസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൂടെ ദൈവം അവർക്ക് വഴികാട്ടിയിട്ടുണ്ട്. അതിനാൽ ഏതെങ്കിലും സ്വപ്നം അസാധാരണമാംവിധം വ്യക്തവും ശക്തവുമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത്. അത് ദൈവത്തിന്റെ സൂചനയാകാം. 3. സൂചനകൾ. പുസ്തകങ്ങൾ, ആളുകൾ, സംഭവങ്ങൾ എന്നിവയിലൂടെ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആശയക്കുഴപ്പത്തിലായിരിക്കും. പെട്ടെന്ന് ഒരാൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്ന എന്തെങ്കിലും കാര്യം പറയും. അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിലെ ഒരു വരി നമുക്ക് വലിയൊരു ഉത്തരം നൽകും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു സംഭവം നടക്കുകയും അത് നമുക്ക് ശരിയായ വഴി കാണിച്ചു തരികയും ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകുന്ന ഒരു പോസ്റ്റ് കാണുന്നു. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അറിയാതെ പറഞ്ഞൊരു കാര്യം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല. സൂചനകളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ഉത്തരങ്ങൾ തിരിച്ചറിയാൻ എന്ത് ചെയ്യണം? 1. മനസ്സിനെ ശാന്തമാക്കുക. മനസ്സ് ശാന്തമായാലേ ഈ സൂചനകൾ മനസ്സിലാക്കാൻ കഴിയൂ. 2. ഓരോ അനുഭവത്തെയും ശ്രദ്ധയോടെ കാണുക. ഏത് സംഭവവും വാക്കും ദൈവത്തിന്റെ സന്ദേശമാകാം. 3. ഹൃദയം പറയുന്നത് കേൾക്കുക. ഏതെങ്കിലും ഉത്തരം ഉള്ളിൽ നിന്ന് വരികയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഒരിക്കൽ നിങ്ങൾ ദൈവവുമായി സംസാരിച്ചാൽ അടുത്ത ചോദ്യം വരുന്നത് ഇതാണ്: ഈ ബന്ധം എങ്ങനെ നിലനിർത്താം? ദൈവവുമായുള്ള ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകാതിരിക്കാൻ എങ്ങനെ ഉറപ്പാക്കാം? 6ാമത്തെ രഹസ്യം ഇതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാം. 6ാമത്തെ രഹസ്യം: ഈശ്വരനുമായുള്ള ബന്ധം എങ്ങനെ നിലനിർത്താം? ദൈവവുമായി ബന്ധപ്പെടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ആ ബന്ധം നിലനിർത്തുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി.
പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഭൂരിഭാഗം ആളുകളും കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്നു, എന്നാൽ ആപത്തൊഴിഞ്ഞാൽ അവർ ദൈവത്തെ മറക്കുന്നു. പലരും ധ്യാനവും പ്രാർത്ഥനയും ചെയ്യുന്നു, എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഭൗതിക ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്നു. മെല്ലെ മെല്ലെ അവരുടെ ആത്മീയ വളർച്ച നിലയ്ക്കുന്നു. അവർ വീണ്ടും പഴയ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു: ദൈവം എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ദൈവവുമായി ബന്ധം നിലനിർത്താനുള്ള 3 നിയമങ്ങൾ. 1. സ്ഥിരമായി ധ്യാനിക്കുക, മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കുക. യോഗാനന്ദൻ പറയുന്നു, സ്ഥിരമായ ധ്യാനമാണ് ഈശ്വരനുമായി ചേർന്നു നിൽക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. ധ്യാനം വെറുമൊരു പരിശീലനമല്ല, ഈശ്വരനുമായുള്ള ഒരു ജീവനുള്ള ബന്ധമാണ്. ഒരാളോട് എന്നും സംസാരിച്ചാൽ ബന്ധം ആഴത്തിലുള്ളതാകുന്നതുപോലെ സ്ഥിരമായ ധ്യാനത്തിലൂടെ ഈശ്വരനുമായുള്ള ബന്ധം ശക്തമാകുന്നു. നിങ്ങൾ ഇടയ്ക്ക് ധ്യാനം നിർത്തിയാൽ ആ ബന്ധം സാവധാനം ദുർബലമാകും. ധ്യാനം നിർത്തുമ്പോൾ മനസ്സ് വീണ്ടും അശാന്തമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധ്യാനമില്ലാതെ നമ്മുടെ മനസ്സ് പുറംലോകത്തേക്ക് ഒഴുകിപ്പോകുകയും നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലുകയും ചെയ്യുന്നതുകൊണ്ടാണിത്. 2. സത്സംഗം ശീലിക്കുക, നല്ല കൂട്ടുകെട്ടിൽ ജീവിക്കുക. യോഗാനന്ദൻ പറയുന്നു, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം നിങ്ങളുടെ ബോധത്തെ നിർമ്മിക്കുന്നു. നിഷേധാത്മകതയിലും ഭൗതിക സുഖങ്ങളിലും മുഴുകി ജീവിക്കുന്നവരോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സും ആ വഴിക്ക് പോകും. എന്നാൽ ആത്മീയരായ ആളുകളുടെ കൂടെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ഉയർന്ന ചിന്തകളിലേക്ക് ആകർഷിക്കപ്പെടും. വിശുദ്ധർ, ഗുരുക്കന്മാർ, നല്ല സുഹൃത്തുക്കൾ എന്നിവരുടെ സാമീപ്യം നിങ്ങൾക്കെപ്പോഴും ആത്മീയ ഊർജ്ജം നൽകും. 3. മനസ്സിനെ ശുദ്ധമാക്കുക. ഈശ്വരനുമായി ബന്ധപ്പെടാൻ ധ്യാനവും സത്സംഗവും മാത്രം പോരാ, നിങ്ങളുടെ ചിന്തകളുടെ ശുദ്ധിയും അത്രത്തോളം പ്രധാനമാണ്. നിങ്ങൾ നിഷേധാത്മക ചിന്തകളിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം താഴേക്ക് പോകുന്നു. ദൈവവുമായി ബന്ധപ്പെടാൻ മനസ്സിനെ നല്ല ചിന്തകളോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി സൂക്ഷിക്കണം. അപ്പോൾ ഇതിനുള്ള പരിഹാരമെന്താണ്? ദിവസവും സ്വയം ചോദിക്കുക, എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്നെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയാണോ അതോ അകറ്റുകയാണോ? ദൈവവുമായി ബന്ധം നിലനിർത്താൻ എന്തു ചെയ്യണം? 1. മുടങ്ങാതെ ധ്യാനിക്കുക, ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. 2. സത്സംഗത്തിന്റെ ഭാഗമാകുക. ശരിയായ കൂട്ടുകെട്ട് നിങ്ങളുടെ ആത്മീയ പാതയെ ശക്തമാക്കും. 3. ചിന്തകളെ നിയന്ത്രിക്കുക, നിഷേധാത്മകത ഒഴിവാക്കി സ്നേഹവും ദയയും കരുണയും ശീലിക്കുക. എന്നാൽ എല്ലാവർക്കും ദൈവത്തിലേക്കെത്താൻ കഴിയുമോ? ഈ വഴി എല്ലാവർക്കും തുറന്നതാണോ അതോ ചില പ്രത്യേക ആളുകൾക്ക് മാത്രമാണോ? 7ാമത്തെ രഹസ്യം ഈ വലിയ തെറ്റിദ്ധാരണയെ തകർക്കും. 7ാമത്തെ രഹസ്യം, ദൈവം പ്രത്യേക വ്യക്തികളോട് മാത്രമേ സംസാരിക്കൂ. ദൈവം സന്യാസിമാരോടും യോഗികളോടും മാത്രമേ സംസാരിക്കൂ എന്ന് കരുതുന്നുണ്ടോ? സാധാരണ മനുഷ്യന് ഒരിക്കലും ഈശ്വരന്റെ ഉത്തരം ലഭിക്കില്ലേ? ഇത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. പരമഹംസ യോഗാനന്ദൻ വ്യക്തമായി പറയുന്നു, ഈശ്വരന് ഏത് വ്യക്തിയോടും സംസാരിക്കാൻ കഴിയും, അത് മഹാനായ യോഗിയായാലും സാധാരണ മനുഷ്യനായാലും. ഒരൊറ്റ നിബന്ധനയേയുള്ളൂ, സത്യസന്ധമായ ഭക്തിയും ഹൃദയശുദ്ധിയും. ദൈവം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലോ പ്രത്യേക ആളുകളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. അവിടുന്ന് ഓരോ ആത്മാവിന്റെയും ഉള്ളിൽ വസിക്കുന്നു. ഓരോ മനുഷ്യനിലും അവിടുത്തെ കാണാൻ കഴിയും. ദൈവവുമായി ബന്ധപ്പെടാൻ വേണ്ട 2 കാര്യങ്ങൾ: ഹൃദയത്തിന്റെ സത്യസന്ധതയും ഭക്തിയും. ദൈവത്തിലേക്കെത്താൻ സങ്കീർണമായ വഴികളൊന്നുമില്ല. ഏതൊരു വ്യക്തിക്കും തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിളിച്ചാൽ മതി. ഭക്തിയിൽ ആഴവും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിയില്ലെന്ന് നമ്മൾ കരുതും. എന്നാൽ സത്യമെന്തെന്നാൽ ദൈവം എല്ലാ വിളിയും കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടുത്തെ ഉത്തരം തിരിച്ചറിയാൻ അറിയാത്തതാണ് പ്രശ്നം. മനസ്സ് അഹങ്കാരം, ഭയം, സംശയം എന്നിവയിൽ നിന്ന് മുക്തമാകുമ്പോൾ ദൈവത്തിന്റെ ഉത്തരം വ്യക്തമായി കേൾക്കാൻ കഴിയും. ആത്മാവിനുള്ളിൽ ഈശ്വരനെ ഉണർത്തുക. യോഗാനന്ദൻ പറയുന്നു, ദൈവം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങും. ഓരോ ആത്മാവിലും ഒരു ദിവ്യശക്തിയുണ്ട്. നമ്മൾ അതിനെ തിരിച്ചറിയുകയും ഉണർത്തുകയും വേണം. അപ്പോൾ ശരിക്കും ആർക്കും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? അതെ, നിങ്ങൾ സത്യസന്ധമായ ഹൃദയത്തോടെ വിളിക്കുകയും അവിടുത്തെ ഉത്തരം മനസ്സിലാക്കാനുള്ള കഴിവ് വളർത്തുകയും ചെയ്താൽ അത് സാധ്യമാണ്. എന്നാൽ ചോദ്യമിതാണ്, ദൈവത്തിന്റെ ഉത്തരം പെട്ടെന്ന് ലഭിക്കുമോ? ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഇനി അവസാനത്തെ രഹസ്യമറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം അതെല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. 8ാമത്തെ രഹസ്യം, ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ദൈവവുമായി സംസാരിക്കാൻ ധ്യാനം, അന്തർബോധം, സ്നേഹം, വിശ്വാസം എന്നിവ ആവശ്യമാണെന്ന് നമ്മൾ അറിഞ്ഞു. എന്നാൽ പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഈശ്വരനോട് സംസാരിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരൊറ്റ കാര്യം മാത്രമേയുള്ളൂ: സമർപ്പണം. സമർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നുവോ, എപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നുവോ, എപ്പോൾ സംഭവിക്കുന്നതെല്ലാം എനിക്ക് നല്ലതിനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവോ, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരന്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയൂ. സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്.
എല്ലാ കർമ്മങ്ങളും എനിക്ക് സമർപ്പിക്കുക, ഫലം ആഗ്രഹിക്കാതെ കടമ നിർവഹിക്കുക. രാമകൃഷ്ണ പരമഹംസർ പറയുമായിരുന്നു, ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ അതിന് ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല. അതുപോലെ മനുഷ്യൻ ഈശ്വരന്റെ മടിയിൽ സമർപ്പിക്കുമ്പോൾ അവന് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. സമർപ്പണത്തിലൂടെ മാത്രമേ ഈശ്വരനുമായി നേരിട്ടുള്ള സംഭാഷണം സാധ്യമാകൂ. നിങ്ങൾ ഈശ്വരനോടുള്ള പൂർണ്ണ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കുകളുടെ ആവശ്യം വരില്ല. ദൈവം ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കും. ഇനി ഒരൊറ്റ ചോദ്യം മാത്രം. ഇന്നു മുതൽ ദൈവത്തിനു മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ആഗ്രഹങ്ങളും അഹങ്കാരവും ഉപേക്ഷിച്ച് ദൈവഹിതത്തിനനുസരിച്ചൊഴുകാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തോട് വെറുതെ ചോദിക്കുന്നത് നിർത്തി അവിടുത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? ഓർക്കുക, ആര് സമർപ്പിക്കുന്നുവോ അവർക്കേ ദൈവത്തോട് സത്യസന്ധമായി സംസാരിക്കാൻ കഴിയൂ. ഈ അറിവ് നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് തീർച്ചയായും എത്തിക്കുക. 9ാമത്തെ രഹസ്യം, ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിറവേറ്റുമോ? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ദൈവത്തോടെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. പണം, വിജയം, സ്നേഹം, ആരോഗ്യം. എന്നാൽ ഓരോ തവണയും നമ്മുടെ പ്രാർത്ഥന നടക്കാറില്ല. അപ്പോൾ അതിനർത്ഥം ദൈവം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണോ? പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഈശ്വരൻ നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് എന്താണോ ശരി അതാണ് നൽകുന്നത്, അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. ദൈവം എന്തുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നില്ല? നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആത്മാവിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ളതാണ് ദൈവം നൽകുന്നത്. നമ്മുടെ അഹങ്കാരത്തിനോ ക്ഷണികമായ സുഖത്തിനോ വേണ്ടിയുള്ളതല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഭൗതികമാണ്, എന്നാൽ ഈശ്വരൻ ആത്മീയ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടി വിഷം ചോദിച്ചാൽ അമ്മ അത് കൊടുക്കുമോ? അതുപോലെ എന്തെങ്കിലും കാര്യം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദോഷമാണെങ്കിൽ ദൈവം അത് നൽകാൻ വിസമ്മതിച്ചേക്കാം. ചിലപ്പോൾ ദൈവം നമ്മൾ ചോദിച്ച കാര്യം നൽകില്ല, മറിച്ച് അതിനേക്കാൾ മികച്ചത് എന്തോ നൽകാൻ തയ്യാറെടുക്കുകയായിരിക്കും. സത്യസന്ധമായ ഭക്തി കച്ചവടമല്ല. ചോദിച്ചത് കിട്ടുമ്പോൾ മാത്രം ദൈവത്തെ സ്നേഹിക്കുകയും കിട്ടാത്തപ്പോൾ വിശ്വാസം പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയല്ല, മറിച്ച് കച്ചവടം ചെയ്യുകയായിരുന്നു. സത്യസന്ധമായ ഭക്തിയുടെ അർത്ഥം സമർപ്പണമാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. യഥാർത്ഥ ഭക്തിയുടെ രഹസ്യം, എപ്പോൾ നമ്മൾ ദൈവത്തോട് സാധനങ്ങൾ ചോദിക്കുന്നത് നിർത്തുകയും അവിടുത്തോട് ചേർന്നു നിൽക്കാൻ മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴാണ് ഈശ്വരൻ നമുക്ക് തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങി നിൽക്കണോ? ഈശ്വരനുമായി ബന്ധപ്പെടാൻ ഇതിലും ആഴത്തിലുള്ള വഴിയുണ്ടോ? അടുത്ത രഹസ്യം നിങ്ങളുടെ ധാരണകളെ മാറ്റും. 10ാമത്തെ രഹസ്യം, ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം. ദൈവവുമായി സംസാരിക്കാൻ ധ്യാനം, പ്രാർത്ഥന, അന്തർബോധം എന്നിവ ആവശ്യമാണെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എന്നാൽ പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഈശ്വരനിലേക്കെത്താനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം നിസ്വാർത്ഥ സ്നേഹമാണ്. എന്താണ് നിസ്വാർത്ഥ സ്നേഹം? നിങ്ങൾ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഓരോ ജീവിയിലും ഈശ്വരന്റെ അംശം കാണുമ്പോൾ, യാതൊരു ലാഭവും നോക്കാതെ സ്നേഹം പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുക്കാൻ തുടങ്ങുന്നു. ഭക്തി അമ്പലങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലുണ്ടാകണം. ഈശ്വരനിലേക്കെത്താൻ അമ്പലങ്ങളിലെ പൂജാകർമ്മങ്ങൾ അത്യാവശ്യമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ യഥാർത്ഥ ഭക്തി അമ്പലത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, നിത്യജീവിതത്തിലാണ് പ്രകടമാകുന്നത്. നിങ്ങളൊരു ആവശ്യക്കാരനെ സഹായിക്കുമ്പോൾ, നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ, നിങ്ങൾ സ്വന്തം അഹങ്കാരം വെടിഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നു. ദൈവം സാധകരോട് മാത്രമല്ല, സ്നേഹമുള്ള എല്ലാ ആത്മാക്കളോടും സംസാരിക്കുന്നു. ഗുഹകളിൽ ഇരുന്ന് ധ്യാനിക്കുന്നവരോട് മാത്രമല്ല, ഹൃദയത്തിൽ സ്നേഹവും ദയയും കാത്തുസൂക്ഷിക്കുന്ന എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു. സ്നേഹവും ദയയുമാണ് നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുന്ന പാലം. ഇനി ചോദ്യമിതാണ്, ഈ അറിവ് നിങ്ങൾ എപ്പോൾ ജീവിതത്തിൽ പകർത്തും? ഇന്നു മുതൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും ദീപം തെളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണ് അല്ലെങ്കിൽ എത്ര അടുത്താണ് എന്ന് തീരുമാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ദിവ്യജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക.